സ്വാമി ശരണം. ഞാനിപ്പോൾ ഉള്ളത് ഒളവണ്ണ തണ്ടാമടത്താഴം അയ്യപ്പ ഭജന മഠത്തിലുള്ളത്. ഒരുപാട് പരിപാടികൾ ഇവിടെ വരും ദിവസങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് ഇവിടുത്തെ ഭിക്ഷ കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഭിക്ഷ നടക്കുന്നുണ്ട്. ശരണയ്യപ്പ. അപ്പോൾ നമ്മൾ എത്ര വർഷമായിട്ട് പോയി ഭജനമഠം തുടങ്ങി? നമ്മൾ ഏതാണ്ടല്ല 25 വർഷം പൂർത്തിയാകുന്ന സമയമാണിത്. കർപ്പൂരായി എന്നാണ് നടക്കുന്നത്? ഡിസംബർ 1 ഞായറാഴ്ച. എത്ര ദിവസത്തെ പരിപാടിയാണ്? 2 ദിവസത്തെ പരിപാടിയാണ്. തലേന്ന് ശനിയാഴ്ച പരിപാടി ഉണ്ട്, ഞായറാഴ്ച കർപ്പൂരായി മഹോത്സവമാണ്. 1 മുതൽ 41 വരെ എല്ലാ ദിവസവും ഭിക്ഷ നടക്കാറുണ്ട്. ഓരോരോ ദിവസവും ഓരോ ആളുകൾ അവരുടെ പേരിൽ കഴിക്കുന്നതാണ്. അതിൽ വീണ്ടും ഇതുപോലെ തന്നെ നടത്താൻ തന്നെ ഞങ്ങളുടെ തീരുമാനങ്ങൾ. ഭാവിയിൽ ഒരു അയ്യപ്പന്മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതേപോലെ മഠം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയ്യപ്പന്മാർക്ക് കഴിക്കാൻ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവിടെ കഴിക്കാൻ കഴിയും. ശനിയാഴ്ച ഞായറാഴ്ച 2 ദിവസമാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ശനിയാഴ്ചത്തെ പരിപാടികൾ എന്തൊക്കെ? ശനിയാഴ്ച വൈകുന്നേരം ഭജനോട് കൂടി തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് ചെറിയ കുട്ടികളുടെ ഡാൻസ്. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, പിന്നെ അന്നദാനം, അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട്. പിന്നെ കർപ്പൂരായി താലെടുക്കൽ പൂണ്ടോര ക്ഷേത്രത്തിൽ നിന്ന് ഇവിടേക്ക് ഘോഷയാത്രയോടെ പരിപാടി അവസാനിക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ട് ഇവിടെ കർപ്പൂരായി എത്തി ഭക്ഷണ പരിപാടി ഭിക്ഷ കഴിച്ചു കഴിഞ്ഞാൽ സമാപനം. അത് രാവിലെ തുടങ്ങല്ലോ നമ്മളെ പരിപാടി? പരിപാടി പുലർച്ചെ 4 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടി കർപ്പൂരായി തുടങ്ങും. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം. അത് ഏകദേശം എത്ര പേരുടെ അന്നദാനങ്ങൾ? 1500-2000 പേർക്ക് വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഭാവി പരിപാടികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പൂപ്പന്മാരെ അച്ഛന്മാരൊക്കെ ആയിട്ട് ഇവിടെ പകൽ വീട് പോലെ ഒരു വികലാംഗരായ ആൾക്കാർക്ക് സജ്ജീകരണങ്ങളായ വീൽ ചെയർ, സ്ട്രെച്ചർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു സ്പോൺസേഴ്സായിട്ട് വന്നാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ആ രംഗത്തേക്കും ഇവിടെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. 25ാമത്തെ കർപ്പൂരായാണ് ഈ വന്നുകൊണ്ട് നിൽക്കുന്നത്. ഈ 25ാമത്തെ കർപ്പൂരായി എന്ന് പറയുകയാണെങ്കിൽ ഒരു ആഘോഷമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത്രയും ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടാവും. കർപ്പൂരായി അനുവദിച്ചിട്ടും അത്രയും കൂടുതൽ ആളും വരും. 1500-2000 ആൾക്കുള്ള ഭക്ഷണം ഇവിടെ എല്ലാ കൊല്ലം ഉണ്ടാകുന്നതാണ്. അത് ഇക്കൊല്ലം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും അഹമഴിഞ്ഞ് സഹായിച്ചത്, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിച്ചത് കൊണ്ടാണ് ഈ നിലയിൽ ഭജനമഠം ഇന്ന് ഈ ഉന്നമനത്തിൽ എത്തിച്ചേർന്നത്. ഈ ഭജനമഠത്തിനെ അത്യുന്നതിയിൽ എത്തിക്കാൻ വേണ്ടി ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഭഗവാൻ നാമത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു മണ്ഡലമാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതി മതം കഴിഞ്ഞ് എല്ലാവരും ഒത്തുചേർന്ന ദിവസമാണ്. അപ്പോൾ ഈ അവസരത്തിൽ എന്താണ് പറയുന്നത്? മറ്റുള്ള മഠത്തിൽ വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു അയ്യപ്പ ഭജന മഠമാണ് ഈ തണ്ടാമടത്തായിട്ടുള്ള അയ്യപ്പ ഭജന മഠം. ഇത് എൻ്റെ ഓർമ്മയിൽ ഇതിൻ്റെ രൂപീകരണ സമയത്ത് പോലും എല്ലാ മതവിഭാഗങ്ങളും ഈ മഠവുമായി സഹകരിച്ച് മുന്നോട്ട് അത് ഇന്നും നിലനിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം ഒരു ഉത്സവമല്ല ശരിക്കും കർപ്പൂരായി മഹോത്സവം ഇവിടെ നടക്കാറുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഈ ഇന്നത്തെ അന്നദാനത്തിൽ പോലും ഇതിൻ്റെ സംഘാടകരായിക്കൊണ്ടും എല്ലാ മതവിഭാഗത്തിലെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഒരു അത്താണിയായുള്ള ഒരു അയ്യപ്പ ഭജന മഠമാണ്. അതുകൊണ്ട് തന്നെ കർപ്പൂരായി എല്ലാ വർഷവും എല്ലാത്തിനെക്കാട്ടും നല്ല രീതിയിൽ ഓരോ വർഷവും നല്ല മികവുറ്റ രീതിയിലാണ് ഇതിൻ്റെ സംഘാടനം നടക്കുന്നത്. കർപ്പൂരായി മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു.